ഹായ് ഫ്രണ്ട്സ്, 2023 സയൻസുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അവയുടെ ആൻസറും നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ എ റിക്കറ്റ്സിയ. ഓപ്ഷൻ എ റിക്കറ്റ്സിയ. അടുത്ത ചോദ്യം, മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? മനുഷ്യരിലെ നൈട്രോജനിക വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി കരൾ. ഓപ്ഷൻ ഡി കരൾ. അടുത്ത ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ഇരപിടിയൻ സസ്യങ്ങൾ അവ വളരുന്ന മണ്ണിൽ ഏത് മൂലകത്തിന്റെ അഭാവം ഉണ്ടാകുമ്പോഴാണ് പ്രാണികളെ പിടിക്കാനുള്ള കഴിവ് ആർജിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ നൈട്രജൻ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ആൻസർ ഓപ്ഷൻ സി ജലം. അടുത്ത ചോദ്യം, കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. കുടിവെള്ളത്തിലൂടെ പകരുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി ടൈഫോയിഡ്. നെക്സ്റ്റ്, കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. കേരളത്തിൽ ദേശാടന പക്ഷികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം. ആൻസർ ഓപ്ഷൻ ബി തട്ടേക്കാട്. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി തിരുവനന്തപുരം. അടുത്ത ചോദ്യം, സങ്കരയിനം നെല്ലിന് ഉദാഹരണം. സങ്കരയിനം നെല്ലിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ബി അന്നപൂർണ. അടുത്ത ചോദ്യം, പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ. ആൻസർ ഓപ്ഷൻ എ റൈസോബിയം. അടുത്ത ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആറ്റത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 1, 2, 4. 1, 2, 4 എന്നിവ ശരിയാണ്. ആറ്റത്തിന്റെ കൂടുതൽ ഭാഗവും ശൂന്യമാണ്. ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. എല്ലാ ആറ്റങ്ങളുടെയും ന്യൂക്ലിയസിന് ഒരേ സാന്ദ്രതയാണ്. ഇത് 3 പ്രസ്താവനയും ശരിയാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏത് ലോകത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഏത് ലോകത്തിന്റെ എന്നാണ്. ലോഹം എന്നുള്ളതിന് ലോകം എന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ചോദ്യം ലോഹത്തിൻ്റെത് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി സിങ്ക് ആണ്. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ചോദ്യത്തിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് PSC അത് ആൻസർ കൊടുത്തിട്ടില്ല. തെറ്റാണെന്ന് പറഞ്ഞിട്ടാണ്, ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. താഴെ പറയുന്നതിൽ ഏത് ലോഹത്തിന്റെ അയിരാണെന്ന് ചോദിച്ചാൽ സിങ്കിന്റെ അയിരാണ് കലാമിൻ. അടുത്ത ചോദ്യം, മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1, 4, 2, 3, 3, 1, 4, 2. 1, 4 ഏതാണ്? ത്രികങ്ങൾ ഡോബറൈനർ ആണ് കണ്ടുപിടിച്ചത്. 2, 3 അഷ്ടകങ്ങൾ ന്യൂലാൻസ്. അറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മെൻഡലിയേഫ്. അറ്റോമിക നമ്പർ അടിസ്ഥാനമാക്കിയ പീരിയോഡിക് ടേബിൾ മോസ്ലി. അടുത്ത ചോദ്യം, ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ
എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകം? ആൻസർ ഓപ്ഷൻ എ, ഹൈഡ്രജൻ. അടുത്ത ചോദ്യം, ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായി ചേർത്തിരിക്കുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, അസറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. അത് തെറ്റാണ്. അടുത്ത ചോദ്യം, സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏത്? ആൻസർ ഓപ്ഷൻ എ, അൾട്രാസോണിക്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജം ഏത്? ആൻസർ ഓപ്ഷൻ സി, സ്ഥിതികോർജം. സ്ഥാനം മൂലം സ്ഥിതികോർജം. അടുത്ത ചോദ്യം, പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് ഏത്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന്റെ പേര് ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രകീർണനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, പാസ്കൽ. അടുത്ത ചോദ്യം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരം. ആൻസർ ഓപ്ഷൻ ഡി, പ്രവേഗം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.